രാജിവെച്ച കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് ബിജെപിയിൽ ചേരും. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി സി രഘുനാഥ് മത്സരിച്ചിരുന്നു. സന്തോഷിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സന്തോഷ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സി രഘുനാഥ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രാജിവെക്കുന്നതായി അറിയിച്ചത്. ഇപ്പോൾ അദ്ദേഹം ബിജെപിയിലേക്ക് ചേരുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കീർത്തി, മറ്റൊരു പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടി ബിജെപിയിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിന്റെ ഡിസിസിയുടെ കണ്ണൂർ ഡിസിസി ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിരുന്ന സി രഘുനാഥ് ആണ് ബിജെപിയിൽ ചേരുന്നത്. മൂന്നാഴ്ച മുൻപ് സി രഘുനാഥ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു. അതിനുശേഷം അതിന് രാജിവെക്കുന്നതിന് മുൻപും ശേഷവുമായി ബിജെപി നേതാക്കളുമായി ചർച്ച നടന്നിരുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ദില്ലിയിലെ ബിജെപി ആസ്ഥാനത്ത് വെച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നാണ് സി രഘുനാഥ് അംഗത്വം സ്വീകരിക്കുന്നത്. ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ സി രഘുനാഥിനോടൊപ്പം ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. KPC പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്നു സി രഘുനാഥ്. കഴിഞ്ഞ തവണ വലിയ ഒരു ആഘോഷമായാണ് സി രഘുനാഥിന്റെ ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിപ്പിച്ചത്. ഈ കെ സുധാകരനെ അതിനുശേഷം പിണങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ഇപ്പോൾ ബിജെപിയിൽ ചേരുകയും ചെയ്തിരിക്കുന്നത്. ശരി, സന്തോഷാണ് ആ വിവരങ്ങൾ നൽകിയത്.